എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് മൊഡ്യൂൾ 7-ലെ ഓഫീസ് സെക്രട്ടറി 5 മാർക്കിൻ്റെ ഒരു മൊഡ്യൂളാണ്. ഡെഫിനിഷൻ, ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്, ടൈപ്സ് ഓഫ് സെക്രട്ടറീസ്, പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഡ്യൂട്ടീസ് ഓഫ് എ സെക്രട്ടറി, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഓഫീസ് സെക്രട്ടറി, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ. ഓക്കെ, ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. ദ വേർഡ് സെക്രട്ടറി ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്. സെക്രട്ടറി എന്നുള്ള വേർഡ് ഏത് ലാംഗ്വേജിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ലാറ്റിൻ വേർഡ് ആണ്. അതിൻ്റെ ലാറ്റിൻ വേർഡ് സെക്രട്ടേറിയസ് എന്നുള്ളതാണ്, വിച്ച് മീൻസ് കോൺഫിഡൻഷ്യൽ ഓർ പേഴ്സണൽ. ഓക്കെ, കോൺഫിഡൻഷ്യൽ പേഴ്സൺ. ഓക്കെ, അതിൻ്റെ മീനിങ് സെക്രട്ടേറിയസ് എന്നുള്ള ആ ഒരു വേർഡിൻ്റെ മീനിങ് കോൺഫിഡൻഷ്യൽ പേഴ്സൺ എന്നാണ്. ആസ് ദ വേർഡ് കൺവേസ് an idea of secrecy, the title of secretary is generally used to apply to an official who conducts confidential correspondence and performs such works. അതായത് ഒരു ഓഫീസിലെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. ആ ഒരു വേർഡ് കൺവേ ചെയ്യുന്നത് ഒരു സീക്രസി എന്നുള്ള ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ഈ ജനറലി ഓഫീസിൽ കണ്ടക്ട് ചെയ്യുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യുക, ലെറ്റേഴ്സ് സെൻഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കറസ്പോണ്ടൻസിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വർക്കുകളും ചെയ്യുന്നത് സെക്രട്ടറിയാണ്. ഹൗവർ ഇൻ ടുഡേയ്സ് വേൾഡ് ദ ഡ്യൂട്ടീസ് ഓഫ് സെക്രട്ടറി ഹാവ് ബിക്കം സോ വേരിഡ് that a modern secretary is no longer just restricted to perform കോൺഫിഡൻഷ്യൽ വർക്ക്. അതായത് ഇപ്പോൾ മോഡേൺ ടൈംസിൽ ഈ സെക്രട്ടറിക്ക് കോൺഫിഡൻഷ്യൽ വർക്ക് മാത്രമല്ല, അതിനും കൂടുതൽ വർക്കുകളുണ്ട്. ഓക്കെ, എ സെക്രട്ടറി ഈസ് ഓൾസോ സംടൈംസ് കോൾഡ് പേഴ്സണൽ അസിസ്റ്റൻറ്റ്. സെക്രട്ടറിനെ ഓരോ സമയത്ത് വിളിക്കുന്ന മറ്റൊരു പേരാണ് പേഴ്സണൽ അസിസ്റ്റൻറ്റ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് ഓർ പ്രൊഫഷണൽ സെക്രട്ടറി, ആൻഡ് കൺസിഡേർഡ് ടു വർക്ക് ഫോർ CEO, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, ചീഫ് മാനേജർ, ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഈ ഒരു സെക്രട്ടറി വർക്ക് ചെയ്യുന്നത് ആരുടെ അണ്ടറിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ അദ്ദേഹത്തിൻ്റെ മറ്റു പേരുകളാണ് പേഴ്സണൽ അസിസ്റ്റൻറ്റ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്, പ്രൊഫഷണൽ സെക്രട്ടറി തുടങ്ങിയവ. ആരുടെയൊക്കെ കീഴിൽ ജോലി ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CEO, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, chief manager, departmental heads. Okay, today the profile of a secretary has completely changed. A secretary has to be a responsible person to whom an executive can delegate his or her routine duties, entrust confidential matters with full confidence to act on his or her behavior whenever necessary. അതായത് ഈ ഹൈ ഒഫീഷ്യൽസിൻ്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ടും നോക്കുന്നത് സെക്രട്ടറീസ് ആയിരിക്കും. ഓക്കെ, the secretary has been defined as a person who assists a management in achieving the objectives of the organization. ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഹി ഈസ് എൻട്രസ്റ്റഡ് വിത്ത് സീക്രട്സ് ആൻഡ് കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ് ഓഫ് ഹിസ് മാസ്റ്റർ ഓർ എംപ്ലോയർ. അതായത് ഒരു മാസ്റ്റർ അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ് സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് സെക്രട്ടറിയാണ്. ഓക്കെ, ഹി റെക്കോർഡ്സ് ഓൾ ദ റെലവൻറ്റ് ഇൻഫർമേഷൻസ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ആൻഡ് വൈറ്റൽ ഡിസിഷൻ മേക്കിംഗ് പർപ്പസസ്. അപ്പോൾ ഈ ഒരു സെക്രട്ടറീൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുകയും അത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അതായത് എന്തെങ്കിലുമൊക്കെ വൈറ്റൽ ആയിട്ടുള്ള ഡിസിഷൻ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ ഈ ഒരു റെഫറൻസ് ഉപയോഗിക്കാം. ദ സെക്രട്ടറി ഈസ് എൻട്രസ്റ്റഡ് വിത്ത് വർക്ക് സച്ച് ആസ് അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ഓഫീസ് ആൻഡ് റിലേറ്റഡ് ഓഫീസ് വർക്ക്, കണ്ടക്ടിംഗ് പീരിയോഡിക്കൽ മീറ്റിംഗ്സ്, കോർഡിനേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റൽ വർക്ക്, ടു ഹാവ് cordial relationship with public in connection with related official work, to develop company image in the society, to write suitable correspondence to various offices or authorities, etc. അപ്പോൾ ഒരു സെക്രട്ടറീൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മെയിനായിട്ട് വരുന്ന വർക്കുകൾ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ഓഫീസിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ റിലേറ്റഡ് ഓഫീസ് വർക്കുകൾ ചെയ്യുക, പീരിയോഡിക്കൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റൽ വർക്ക് കോർഡിനേറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ പബ്ലിക്കുമായിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു റിലേഷൻഷിപ്പ് സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ
ഈ ഒരു കമ്പനീൻ്റെ ഇമേജ് സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കറസ്പോണ്ടൻസ്, അതായത് കറസ്പോണ്ടൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിലിങ്സ്, എന്തെങ്കിലുമൊക്കെ ലെറ്റേഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓഫീസിലേക്കും അതോറിറ്റീസിലേക്കും സെൻഡ് ചെയ്യുക, അത് റിസീവ് ചെയ്യുക. ഓക്കെ. എ സെക്രട്ടറി ഈസ് അപ്പോയിൻറ്റഡ് ടു അസിസ്റ്റ് എക്സിക്യൂട്ടീവ്സ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനിലും എക്സിക്യൂട്ടീവ്സിനെ അസിസ്റ്റ് ചെയ്യാനാണ് സെക്രട്ടറിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. വെദർ കൊമേഴ്ഷ്യൽ, മാനുഫാക്ചറിങ്, ഇൻഡസ്ട്രിയൽ, എഡ്യൂക്കേഷണൽ ഓർ എനി അതർ ടൈപ്പ്. അതായത് ഈ ഓർഗനൈസേഷൻ എന്തൊക്കെ ടൈപ്പ് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ, മാനുഫാക്ചറിങ്, ഇൻഡസ്ട്രിയൽ, എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ മറ്റു ടൈപ്പ്. ഓക്കെ. ഹൗവർ ദ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ സെക്രട്ടറി വേരി അക്കോർഡിംഗ് ടു നേച്ചർ ആൻഡ് സൈസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു സെക്രട്ടറീൻ്റെ ഡ്യൂട്ടീസ് മാറാം. അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പം ഞാൻ ഈ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് പോലും നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലും ചോദിക്കാം. ഓക്കെ. ബേസിക്കലി എവരി സെക്രട്ടറി ഹാസ് ടു പെർഫോം സർട്ടൻ റുട്ടീൻ ഡ്യൂട്ടീസ്. അതായത് എല്ലാ സെക്രട്ടറിമാരും പെർഫോം ചെയ്യേണ്ട റുട്ടീൻ ആയിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടാവും. ഇൻ ആൻ ഓർഗനൈസേഷൻ ജനറലി എ പേഴ്സണൽ അസിസ്റ്റന്റ് ഈസ് എ ജൂനിയർ ഒഫീഷ്യൽ who has to perform the duties of a front office assistant or a stenographer, whereas a private secretary is usually attached to an executive who has to perform such duties which require higher level of secretarial tasks, skills. Okay. അപ്പോൾ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു ജൂനിയർ ഒഫീഷ്യലാണ്. അതായത് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു സ്റ്റെനോഗ്രാഫറിൻ്റെ ഒരു ഡ്യൂട്ടി ആയിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ടോപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ പെർഫോം ചെയ്യേണ്ടി വരും. ഹി ഓർ ഷീ ഈസ് കൺസിഡേർഡ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജൂനിയർ ഒഫീഷ്യൽസ്. അതായത് ജൂനിയർ ഒഫീഷ്യൽസിൻ്റെയും എക്സിക്യൂട്ടീവ്സിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ലിങ്കാണ് ഈ സെക്രട്ടറി എന്ന് പറയുന്നത്. ടു ഫെസിലിറ്റേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഡിസിഷൻസ് ടേക്കൺ. അതായത് എന്തൊക്കെയാണ് അവിടെ ഡിസിഷൻസ് എടുത്തിട്ടുള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലിങ്കേജിനാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. നൗഡേയ്സ് എവരി പ്രൈവറ്റ് സെക്രട്ടറി ഈസ് സപ്പോസ്ഡ് ടു ബി അഡ്മിനിസ്ട്രേറ്റീവ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് വെൽ ട്രെയിൻഡ് മെമ്പർ ഓഫ് ആൻ ഓഫീസ് ടീം. അതായത് ഒരു ഓഫീസ് ടീമിലെ ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു മെമ്പർ ആയിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ആയിരിക്കും ഈ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് എ സെക്രട്ടറി. ഒരു സെക്രട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എ സെക്രട്ടറി ഈസ് കൺസിഡേർഡ് ടു ബി എ ബാക്ക് ബോൺ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് എ ബിസിനസ് ഇൻ ഗവൺമെൻറ്, പ്രൊഫഷണൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ഓഫ് ഓൾ കൈൻഡ്സ്. അതായത് ഒരു ഗവൺമെൻറ് ഒരു ബിസിനസ്സിൽ മെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സെക്രട്ടറീനെ. അതായത് ഇവിടെ നോക്കുക, എ സെക്രട്ടറി ഈസ് കൺസിഡേർഡ് ടു ബി ബാക്ക് ബോൺ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ബാക്ക് ബോൺ, നട്ടെല്ല് ആണ് സെക്രട്ടറി എന്ന് പറയുന്നത്. അതായത് ആ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സ്റ്റാഫാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. ദ സെക്രട്ടറി അറ്റൻഡ്സ് ടു ദ time consuming details of the work of the executive and helps him or her to do the job in a better way. അതായത് ഒരു എക്സിക്യൂട്ടീവിനെ അദ്ദേഹത്തിൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്രട്ടറിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഇറ്റ് ഈസ് ദ സെക്രട്ടറി ഹൂ ടേക്സ് കെയർ ഓഫ് ഓഫീസ് മെയിൽ, പ്രിപ്പയർസ് ഡ്രാഫ്റ്റ്സ്, ആൻസേഴ്സ് ടു ഫോൺ കോൾസ്, ഡു റെക്കോർഡ് മാനേജ്മെൻറ്റ്, മേക്സ് ടൂർ പ്രോഗ്രാംസ്, ഓപ്പറേറ്റ്സ് ബാങ്ക് ട്രാൻസാക്ഷൻസ്, അറേഞ്ചസ് മീറ്റിംഗ്സ് ആൻഡ് പ്രിപ്പയർസ് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്. അതായത് ഒരു സെക്രട്ടറീൻ്റെ ഡ്യൂട്ടീസാണ് ഒരു ഓഫീസ് മെയിലിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക, ഫോൺ കോൾസ് ആൻസർ ചെയ്യുക, പിന്നെ റെക്കോർഡ് മാനേജ്മെൻറ്റ് ചെയ്യാം, ടൂർ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക, പിന്നെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യുക, പിന്നെ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുകയും മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. It is well said that the success of an executive mainly depends on the competence of his or her secretary. അതായത് ഒരു എക്സിക്യൂട്ടീവിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറിയാണ്. സെക്രട്ടറിൻ്റെ ഒരു കോമ്പീറ്റൻസ് ആണ് ഒരു എക്സിക്യൂട്ടീവിൻ്റെ എന്താണ് ആ ഒരു
പെർഫോമൻസ് എന്ന് പറയുന്നത്. ദർ ഈസ് ഓൾവേസ് ആൻ ഏബിൾ സെക്രട്ടറി ബിഹൈൻഡ് ആൻ ഏബിൾ എക്സിക്യൂട്ടീവ്. അതായത് ഏറ്റവും നല്ലൊരു എക്സിക്യൂട്ടീവിൻ്റെ പിറകിൽ ഏറ്റവും നല്ലൊരു സെക്രട്ടറി ഉണ്ടാവും. എ സെക്രട്ടറി നോട്ട് ഓൺലി ഡസ് വാട്ട് ഹി ഓർ ഷീ ഈസ് ടോൾഡ് ടു ഡു ബട്ട് ഓൾസോ ഡസ് വാട്ട് എവർ ഈസ് റിക്വയർഡ് ഫോർ ദ പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് ദ അസൈൻ ടാസ്ക്. അതായത് ഒരു സെക്രട്ടറിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ ഡ്യൂട്ടിയിൽ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും അതിൽ എന്തൊക്കെയാണോ വേണ്ടത് അത് ചെയ്യണം. ഓക്കെ. The secretary's job is not limited to carrying out the instructions, but his or her responsibility is also of advising the executive on various administrative matters whenever required. അതായത് പറഞ്ഞ കാര്യങ്ങൾ മാത്രം അല്ല വരുന്നത്. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സിക്യൂട്ടീവിന് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് കൊടുക്കാനും ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ. അതായത് ഒരു ലിമിറ്റില്ലാത്ത ജോലി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. At times, a secretary serves as the ears, eyes, memory and hands of the executive. അതായത് ഒരു എക്സിക്യൂട്ടീവിൻ്റെ എല്ലാമാണ് ഒരു സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോയിൻമെൻറ്റ് നോക്കാം. ഒരു സെക്രട്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ്. An important and busy man cannot and should not waste his valuable and scarce time for doing routine types of jobs. Persons of eminence such as industrialists, politicians, directors of company, doctors, lawyers, important authors, film stars appoint private secretary to assist them in their personal and confidential matters. അതായത് ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഡെയിലി റുട്ടീനായിട്ടുള്ള ജോലികൾ ചെയ്യാന്നുള്ളത് ചെയ്ത് ആ ഒരു ടൈം നഷ്ടപ്പെടുത്താൻ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ സെക്രട്ടറീസ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയലിസ്റ്റ്, പൊളിറ്റീഷ്യൻസ്, ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഇമ്പോർട്ടൻ്റ് ഓതേഴ്സ്, ഫിലിം സ്റ്റാർസ്, ഇവരൊക്കെ ഒരു പ്രൈവറ്റ് സെക്രട്ടറീസിനെ നിയമിക്കാറുണ്ട്. അതായത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. When a private secretary is appointed by an individual, the terms and conditions of his appointment are determined by his master. അതായത് ഒരു സെക്രട്ടറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാസ്റ്ററിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും വരിക. ഓക്കെ. അത് ഓരോ ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണും വ്യത്യാസമായിരിക്കും. Okay. When a private secretary is appointed by an organization as its chief executive, the terms and conditions of his appointment are determined by the rules and regulations of the organization concerned. അതായത് ഒരു ഓർഗനൈസേഷനാണ് ഒരു പ്രൈവറ്റ് സെക്രട്ടറീനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കമ്പനീൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടി വരും. ഓക്കെ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് സെക്രട്ടറി ആൻഡ് കമ്പനി സെക്രട്ടറി. ഒരു കമ്പനി സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എ പേഴ്സണൽ സെക്രട്ടറി ഈസ് ദ വൺ ഹൂ ഡസ് ഓഫീസ് വർക്ക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. അതായത് ഒരു പേഴ്സണൽ സെക്രട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഫീസ് വർക്കും അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇറ്റ് ഈസ് എ ജോബ് ടൈറ്റിൽ ഓഫ് ഡിസ്ക്രൈബിങ് എ പേഴ്സൺ ഹൂ അസിസ്റ്റ് എ സ്പെസിഫിക് പേഴ്സൺ വിത്ത് ദെയർ ഡെയിലി ബിസിനസ് ടാസ്ക്. അതായത് ഒരു പേഴ്സണിൻ്റെ കീഴിലാണ് ശരിക്കും പ്രൈവറ്റ് സെക്രട്ടറിനെ നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് പേഴ്സൻ്റെ ഡെയിലി വരുന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. എ കമ്പനി സെക്രട്ടറി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി വിത്ത് റിഗാർഡ്സ് ടു കംപ്ലയൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. അതായത് ഒരു കമ്പനി സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹം ആ ഒരു കമ്പനി സെക്രട്ടറി കമ്പനീൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. എ കമ്പനി സെക്രട്ടറി ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ റണ്ണിങ് ദ കമ്പനി വിത്തൗട്ട് എനി റെഗുലാരിറ്റീസ് ആസ് പെർ ദ ലോ. അതായത് ലോ പ്രകാരം ആ ഒരു കമ്പനി ഒരു ഇറഗുലാരിറ്റീസും അതായത് നിയമങ്ങളൊന്നും തെറ്റിക്കാതെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആ കമ്പനി മുന്നോട്ട് പോകാൻ ഈ കമ്പനി സെക്രട്ടറി റെസ്പോൺസിബിൾ ആണ്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഒരു കമ്പനീൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ദ കീ ഡിഫറൻസ് ആർ എനി ഇൻഡിവിജ്വൽ ക്യാൻ ബിക്കം എ സെക്രട്ടറി ആഫ്റ്റർ ഗോയിങ് ത്രൂ എ secretarial course, but those who have studied CS alone can become company secretary. അതായത് ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് CS അതായത് കമ്പനി സെക്രട്ടറി എന്നുള്ള കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ വരുന്നത് അതായത് ഒരു സെക്രട്ടറി നമുക്ക് സെക്രട്ടറിയൽ കോഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെക്രട്ടറി ആവാം. ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി, emoluments
ആൻഡ് വാട്ട് ദേ നീഡ് ടു ഡു റിപ്പോർട്ട് ഓൺ ദ ഓഫീസ് എക്സെട്ര. അതായത് ഇവിടെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ രണ്ടിൻ്റെയും ഡ്യൂട്ടീസ് തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. പേഴ്സണൽ സെക്രട്ടറിൻ്റെ ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയിഡ് ബൈ എ ബിസി പേഴ്സൺ ടു ലുക്ക് ആഫ്റ്റർ ഹിസ് ഒഫീഷ്യൽ പ്രൊഫഷണൽ പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ വർക്ക് ഈസ് കോൾഡ് പേഴ്സണൽ സെക്രട്ടറി. ഒരു പേഴ്സണൽ സെക്രട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിസി ആയിട്ടുള്ള ആള് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആള് നിയമിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കമ്പനി സെക്രട്ടറി നോക്കാം. അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട് 1956, ആൻ ഇൻഡിവിജ്വൽ പ്രോസസിംഗ് ദ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിന്റഡ് ടു പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് എ സെക്രട്ടറി അണ്ടർ ദ ആക്ട് ആൻഡ് എനി അതർ മിനിസ്റ്റീരിയൽ ഓർ അഡ്മിനിസ്ട്രേഷൻ ഡ്യൂട്ടീസ് ഈസ് കോൾഡ് എ കമ്പനി സെക്രട്ടറി. അതായത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പ്രകാരമാണ് കമ്പനി സെക്രട്ടറി എന്ത് ചെയ്യുന്നത്, നിയമിക്കുന്നത്. അപ്പോൾ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. There is no prescribed qualification for the appointment of personal secretary. However, he is required to have the knowledge of information technology, bookkeeping and office routine. Okay, personal secretaryക്ക് അങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഇല്ല. അതേസമയം കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം. ടെക്നോളജി, ഇൻഫർമേഷൻ, അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നോളജ് വേണം. ബുക്ക് കീപ്പിംഗ്, ഓഫീസ് റൊട്ടീൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സ്പീരിയൻസ് വേണം. അത് സെക്രട്ടറി, കമ്പനി സെക്രട്ടറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഷാൽ ഹാവ് ദ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഷുഡ് ബി എ മെമ്പർ ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ICSIയിൽ അവിടെ എന്താക്കണം, മെമ്പർ ആവണം. എന്നാൽ മാത്രമേ കമ്പനി സെക്രട്ടറി ആവുള്ളൂ. A personal secretary is appointed by busy individuals such as industrialists, doctors, lawyers, actors, ministers, political leaders, businessmen, etc. A company secretary is appointed by the board of directors in the company. അതായത് ഒരു കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഈ കമ്പനി സെക്രട്ടറിനെ നിയമിക്കുന്നത്. ഹിസ് അപ്പോയിൻമെന്റ് ഈസ് കമ്പൽസറി ബൈ ലോ ഇൻ കേസ് ഓഫ് കമ്പനി ഹാവിംഗ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 5 crore ഓർ മോർ. അതായത് ഒരു കമ്പനിക്ക് ക്യാപിറ്റൽ 5 കോടിയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനി സെക്രട്ടറിനെ എന്ത് ചെയ്യണം, അവിടെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് ആ ലോ പ്രകാരം ആയിരിക്കണം. ഓക്കെ, പേഴ്സണൽ സെക്രട്ടറി ഹാസ് നോ ലീഗൽ സ്റ്റാറ്റസ്. അതായത് പേഴ്സണൽ സെക്രട്ടറിക്ക് ലീഗൽ സ്റ്റാറ്റസ് ഇല്ല, കമ്പനി സെക്രട്ടറിക്ക് ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്. ഹി ഈസ് പേഴ്സണൽ അസിസ്റ്റന്റ് ഓഫ് ഹിസ് ബോസ് ഓർ എംപ്ലോയർ. അതായത് ആ ഒരു ബോസിന്റെ അല്ലെങ്കിൽ എംപ്ലോയറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. ഹി ഈസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ കമ്പനി ആൻഡ് വൺ ഓഫ് ദ കീ മാനേജറിയൽ പേഴ്സൺ. അതായത് കീ മാനേജറിയൽ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആ ഒരു കമ്പനി സെക്രട്ടറി. ഹി ഈസ് ഗിവൺ ലിമിറ്റഡ് പവേഴ്സ് ബൈ ഹിസ് ബോസ് ഓർ എംപ്ലോയർ. അപ്പോൾ ഈ പേഴ്സണൽ സെക്രട്ടറിക്ക് ലിമിറ്റഡ് പവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കമ്പനി സെക്രട്ടറിക്കാണെങ്കിൽ ഹി ഡിറൈവ് സർട്ടൻ പവേഴ്സ് ഫ്രം ദ കമ്പനീസ് ആക്ട് ആൻഡ് സർട്ടൻ പവേഴ്സ് ഫ്രം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇവിടെ പവർ കൂടുതൽ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി സെക്രട്ടറിക്ക് തന്നെയാണ്. കമ്പനീസ് ആക്ട് പ്രകാരം കുറച്ച് പവേഴ്സ് ഡിറൈവ് ചെയ്ത് അവർ കമ്പനി സെക്രട്ടറിക്ക് കിട്ടും. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും സർട്ടൻ പവേഴ്സ് കിട്ടും. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സെക്രട്ടറി. ഒരു സെക്രട്ടറിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. യൂഷ്വലി ദ ഡ്യൂട്ടി പെർഫോംഡ് ബൈ എ പ്രൈവറ്റ് സെക്രട്ടറി ഡിപ്പെൻഡ്സ് ഓൺ ദ, അതായത് ഒരു പ്രൈവറ്റ് സെക്രട്ടറിൻ്റെ ഡ്യൂട്ടീസ് സാധാരണ വരുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്കിൽസ്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ഓഫ് എ സെക്രട്ടറി, സൈസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വേർ ദ സെക്രട്ടറി ഈസ് വർക്കിംഗ്, പൊസിഷൻ ഓഫ് ദ എക്സിക്യൂട്ടീവ് വിത്ത് whom the secretary is working, willingness of the executive to delegate authority and secretary's willingness to assume responsibility. ഇനി റൂട്ടീൻ ഓഫീസ് വർക്കിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. എവരി പ്രൈവറ്റ് സെക്രട്ടറി ഹാസ് ടു പെർഫോം സം routine official work which depends on the nature of the status of his employer. Routine office work of a private secretary include handling of correspondence, maintaining records including filing and indexing, maintaining various records, books of account and registers, etc., attending telephone calls and callers, preparing tour programs of his employer, etc. അപ്പം ഒരു റുട്ടീൻ ഓഫീസ് വർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്ക് ആരുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ ആ ഒരു സ്റ്റാറ്റസിനനുസരിച്ചിട്ടായിരിക്കും വരിക. പിന്നെ സാധാരണയായിട്ട് വരുന്ന റുട്ടീൻ ഓഫീസ് വർക്ക് എന്ന് പറയുമ്പോൾ
മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്, പിന്നെ ഇൻക്ലൂഡിങ് ഫയലിംഗ് ആൻഡ് ഇൻഡെക്സിങ്, പിന്നെ കറസ്പോണ്ടൻസ് ഹാൻഡിൽ ചെയ്യുക, പിന്നെ വേരിയസ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്, രജിസ്റ്റേഴ്സ് തുടങ്ങിയവ സൂക്ഷിക്കുക. ഇനി ലിറ്റററി ഡ്യൂട്ടീസ്. എവരി പ്രൈവറ്റ് സെക്രട്ടറി മസ്റ്റ് ബി എ ഗുഡ് സ്റ്റെനോഗ്രാഫർ capable ഓഫ് ടേക്കിംഗ് ഡിക്റ്റേഷൻസ് ഫ്രം ഹിസ് എംപ്ലോയർ. അതായത് ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് സ്റ്റെനോഗ്രാഫർ ആവണം. ആ ഒരു എംപ്ലോയറിൽ നിന്നും ഡിക്റ്റേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാപ്പബിൾ ആയിരിക്കണം. ഓക്കെ, ഹി ഹാസ് ടു ഡ്രാഫ്റ്റ് റുട്ടീൻ കറസ്പോണ്ടൻസ് ഫോർ ഹിസ് എംപ്ലോയർ. അതായത് എംപ്ലോയറിന് വേണ്ട റുട്ടീൻ ആയിട്ടുള്ള എന്ത് ചെയ്യുക, കറസ്പോണ്ടൻസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റണം. ഹി ഹാസ് ടു ഡ്രാഫ്റ്റ് സ്പീച്ചസ്, റിപ്പോർട്ട്സ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ആസ് മേ ബി ആസ്ക്ഡ് ബൈ ഹിസ് എംപ്ലോയർ. അതായത് ആ എംപ്ലോയർ, നമ്മൾ ആരുടെ കീഴിലാണോ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്പീച്ചസ്, റിപ്പോർട്ട്സ്, സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി റിസപ്ഷനിസ്റ്റ്സ് ഡ്യൂട്ടീസ്. എവരി പ്രൈവറ്റ് സെക്രട്ടറി ഹാസ് ടു ആക്ട് ആസ് എ റിസപ്ഷനിസ്റ്റ്. അതായത് ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് എല്ലാ പ്രൈവറ്റ് സെക്രട്ടറിമാരും ആക്ട് ചെയ്യേണ്ടി വരും. ഹി ഹാസ് ടു ഹാൻഡിൽ ടെലിഫോൺ കോൾസ് ബോത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് കമ്മിങ്. അതായത് ടെലിഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഇൻകമിങ് ആയിട്ടുള്ളതും ഔട്ട് ഗോയിങ് ആയിട്ടുള്ളത്. ഹി അറ്റൻഡ്സ് ദ കോളേഴ്സ് ആൻഡ് ആൻസേഴ്സ് ദെയർ ക്വസ്റ്റ്യൻ ഓൺ ബിഹാഫ് ഓഫ് ഹിസ് മാസ്റ്റർ. അതായത് ആ മാസ്റ്ററിന്റെ ബിഹാഫിലാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഹി മെയിൻറ്റെയിൻസ് എ ഡയറി ഫോർ ദ എൻഗേജ്മെന്റ് ഓഫ് ഹിസ് എംപ്ലോയർ. അതായത് ആ ഒരു അതായത് അദ്ദേഹത്തിന്റെ മാസ്റ്ററിന്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറി കീപ്പ് ചെയ്യേണ്ടി വരും. ഡ്യൂട്ടീസ് റിലേറ്റിംഗ് ടു മീറ്റിംഗ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ്. ദ പ്രൈവറ്റ് സെക്രട്ടറി ഓഫ് എ prominent person connected with social or political organization is frequently asked to act as a secretary to various committees and subcommittees. അതായത് ഈ ഒരു പേഴ്സണാലിറ്റി, അതായത് നമ്മളൊരു ആളുടെ കീഴിലായിരിക്കുമല്ലോ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു വ്യക്തി സോഷ്യലും പൊളിറ്റിക്കൽ ഓർഗനൈസേഷനുമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ ആ ഒരു സെക്രട്ടറി കമ്മിറ്റിയിലും സബ് കമ്മിറ്റിയിലും അംഗമായിരിക്കും. ഹി ഹാസ് ടു പ്രിപ്പയർ ആൻഡ് ഇഷ്യൂ നോട്ടീസസ് ഫോർ മീറ്റിംഗ്സ്. അതായത് വിവിധതരം മീറ്റിംഗ്സിന് വേണ്ടിയിട്ട് നോട്ടീസ് പ്രിപ്പയർ ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടിയും വരും. ഓക്കെ, ഹി ഹാസ് ടു കണ്ടക്ട് മീറ്റിംഗ് ആൻഡ് പ്രിപ്പയർ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. അതായത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും മിനിറ്റ്സ് തയ്യാറാക്കുകയും ചെയ്യേണ്ടി വരും. സംടൈംസ് ദ പ്രൈവറ്റ് സെക്രട്ടറി പ്രിപ്പയർസ് ദ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ബൈ ഹിസ് എംപ്ലോയർ അറ്റ് ദ മീറ്റിംഗ്. അതുപോലെ തന്നെ ആ ഒരു മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാനുള്ള സ്പീച്ച് പ്രൈവറ്റ് സെക്രട്ടറി തയ്യാറാക്കി കൊടുക്കേണ്ടി വരും. ഹൗസ് ഹോൾഡ് ആൻഡ് സോഷ്യൽ ഡ്യൂട്ടീസ്. Sometimes the private secretary holds the residential post. In that case, he has to perform many duties in connection with his employer's household and social affairs, as to arrange for the payment of wages and salaries of domestic staff. അതായത് ചിലർ റെസിഡൻഷ്യൽ സ്റ്റാഫ് ആയിരിക്കും, അതായത് വീട്ടിൽ തന്നെ ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഡൊമസ്റ്റിക് സ്റ്റാഫിന് വേജസ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, to maintain personal accounts of his employer and submit his income tax returns, to maintain investment records of his employer, to pay for electric, telephone and other bills, to arrange for purchase of tickets, hotel reservation, railway reservation, etc., to make arrangements for parties, dinners, get-together and other engagements, to send greeting cards, letters of congratulations, etc. The financial duties of office secretary. The main financial duties of a private secretary will be handling the cash and bank account of his employer, payment of bills, taxes, salaries, subscriptions and donations, and keeping their records. Keeping records of the employer's investments and the income derived therefrom. അതായത് ആ ഒരു എംപ്ലോയറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻകമും റെക്കോർഡ് ചെയ്യേണ്ടി വരും. പ്രിപ്പയറിംഗ് ദ ഇൻകം ടാക്സ് റിട്ടേൺസ് ആൻഡ് filing them before time and payment of income tax to the government, making payment for insurance policies. ഇനി മിസ്സലേനിയസ് ഡ്യൂട്ടീസ്. ഇതിലൊന്നും പെടാത്ത കുറച്ച് ഡ്യൂട്ടീസ് ആണ്. പ്രൈവറ്റ് സെക്രട്ടറി ഹാസ് ടു പെർഫോം സം മിസ്സലേനിയസ് ഡ്യൂട്ടീസ് ലൈക്ക് ടു പ്രിപ്പയർ പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഓൺ വേരിയസ് ടോപ്പിക്സ്, വർക്ക് ആസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, present concise information when the officer has to sit for an interview, draft reports and speeches for meetings and workshops, supervise junior employees and their training, etc. Act as liaison officer between the employer and the employees, advise executive on purchase of office machine, equipment, stationery, etc. Okay.
In order to perform secretarial duties the most efficient and effectively, it is necessary for a private secretary to be competent in IT and secretarial skills. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സെക്രട്ടറി ആണ്. അപ്പോൾ ആ ഒരു സെക്രട്ടറി IT-ലും സെക്രട്ടറിയൽ സ്കിൽസിലും കോമ്പീറ്റൻ്റ് ആയിരിക്കണം, മറ്റുള്ളവരുമായിട്ട് ഒന്നിന് മെച്ചമായിട്ട് നിൽക്കണം. ഓക്കെ, ടുഡേ ആൻ എഫിഷ്യൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ഇസ് എ കോമ്പിനേഷൻ ഓഫ് സെക്രട്ടറിയൽ പ്ലസ് managerial skills, as he or she has to often report directly to senior executives and take care of multiple administrative responsibilities. അതായത് ഇവിടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആ ഒരു സെക്രട്ടറി പ്ലസ് മാനേജറിയൽ സ്കിൽസ് ആണ്. ഓക്കെ, ഒരു സീനിയർ എക്സിക്യൂട്ടീവിലേക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരും. ഇനി ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഓക്കെ, ടു പെർഫോം സെക്രട്ടറിയൽ ഡ്യൂട്ടീസ് വിത്ത് കോൺഫിഡൻസ് ആൻഡ് എഫിഷ്യൻസി എ പ്രൈവറ്റ് സെക്രട്ടറി റിക്വയർസ് മെനി ക്വാളിറ്റീസ് ആൻഡ് സ്കിൽസ് ആസ് വെൽ ആസ് എ വൈഡ് ജനറൽ എഡ്യൂക്കേഷൻ. ദിസ് ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ആർ ഡിസ്കസ്ഡ് ബിലോ. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കാം. The education develops mind of a person and enables person to appreciate better the total environment. A senior level secretary is usually a graduate. It is generally said that the more the education, the greater is the awareness and better power of understanding, grasping and expression. Okay, academic qualification എന്ന് പറയുന്നത് ഒരു സീനിയർ ലെവൽ സെക്രട്ടറി ആണെങ്കിൽ അവിടെ ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എത്രത്തോളം ഹയർ ലെവലിൽ പഠിച്ചിട്ടുണ്ടോ അത്രത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനും ഉള്ള കഴിവുണ്ടാവും. വൊക്കേഷണൽ കോഴ്സ് ഓഫ് സെക്രട്ടറിയൽ പ്രാക്ടീസ് ഓർ ഓഫീസ് മാനേജ്മെന്റ്. അതായത് ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് വൊക്കേഷണൽ കോഴ്സ് ഓഫ് സെക്രട്ടറിയൽ പ്രാക്ടീസ് ഓർ മാനേജ്മെന്റ്, മാസ്റ്ററി ഓഫ് IT secretarial skills, good communication skills, knowledge of the profession or business of the employer, personal qualities of the secretary. A secretary അതുപോലെ തന്നെ പേഴ്സണൽ ക്വാളിറ്റീസ് ആണ് പറയുന്നത്. A secretary should possess variety of soft skills to be successful and develop calm, positive personality. Some of the important personal qualities relevant for the job of a private secretary are discussed below. അതായത് ഒരു സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ക്ഷമയുള്ള ഒരു ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പോസിറ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കണം, അതുപോലെ തന്നെ എപ്പോഴും ക്ഷമ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തൊരു ക്വാളിറ്റിയാണ് അഡാപ്റ്റബിലിറ്റി. അതായത് അഡാപ്റ്റബിലിറ്റി എന്നുള്ള ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സിറ്റുവേഷനിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് അഡാപ്റ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. If private secretary has got the quality of adaptability, adjustment under all the situations in office becomes easy and less straining. അതായത് ഏത് സിറ്റുവേഷനിലും നമുക്ക് ആ ഒരു എന്ത് കാര്യവും ചെയ്യാൻ ഏത് സിറ്റുവേഷനിലും പറ്റുകയാണെങ്കിൽ അവിടെ ഒരു സ്ട്രെയിനിങ് ആവശ്യമില്ല. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എ പ്രൈവറ്റ് സെക്രട്ടറി ഷുഡ് ബി അഡാപ്റ്റബിൾ ടു ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ, സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലംസ്. അതായത് ഒരു വ്യക്തിയെ പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തി. അപ്പോൾ എല്ലാത്തരം ആൾക്കാരുമായിട്ട് ഇടപഴകാനും കാര്യങ്ങൾ ചെയ്യാനും ഉള്ള കഴിവ് വേണം. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും അത് തരണം ചെയ്യാൻ തയ്യാറായിരിക്കണം. അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കഴിവ് വേണം. സംടൈംസ് ഇറ്റ് മേ ഹാപ്പൻ ദാറ്റ് വൺ എക്സിക്യൂട്ടീവ് ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് ദ ന്യൂ എക്സിക്യൂട്ടീവ് ടേക്സ് ഓവർ. The new executive might not be having the same nature and temperament. അതായത് ഒരു എക്സിക്യൂട്ടീവിന് പകരം വേറൊരു എക്സിക്യൂട്ടീവ് വരുമ്പം ആ സെയിം ടെമ്പറാമെൻറ്റും സെയിം സ്വഭാവം തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓൾസോ ദർ മേ ബി ഹെവി വർക്ക് അറ്റ് വൺ ടൈം ഡ്യൂ ടു സർട്ടൻ ഡെഡ് ലൈൻസ് ബട്ട് മേ നോട്ട് ബി മച്ച് വർക്ക് ഇൻ ഓഫീസ് അറ്റ് എനി അതർ ടൈം. Thus, a secretary should inculcate habit of adjusting with different types of persons or situations. അതായത് ചില സമയങ്ങളിൽ ഹെവി വർക്ക് വരുമ്പോൾ ആ വർക്ക് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ കഴിയണം. എല്ലാ സമയത്തും ഇതുപോലെ ഉണ്ടാവണം എന്നൊന്നുമില്ല. ഓക്കെ, അതാണ് പറയുന്നത് എല്ലാത്തരം ആൾക്കാരോടും എല്ലാത്തരം സിറ്റുവേഷനോടും എന്ത് ചെയ്യാൻ പറ്റണം, അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം.
ഇനി കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താ നോക്കാം. ഇൻ ആൻ ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ്നെസ് മീനിങ് അസിസ്റ്റിംഗ് എവറി മെമ്പർ വിത്ത് എ കോർട്ടിയസ് ആൻഡ് ഹെൽപ്ഫുൾ ആറ്റിറ്റ്യൂഡ് ഇൻക്ലൂഡിംഗ് എക്സസൈസിങ് സെൽഫ് കൺട്രോൾ അറ്റ് ഓൾ ടൈംസ് ഓഫ് എക്സ്ട്രാ പ്രഷർ. അതായത് എല്ലാ സമയത്തും ഒരു കോപ്പറേറ്റീവ്, അതായത് സഹകരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എല്ലാ മെമ്പറിനെയും അസിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാനും ഉള്ള ഒരു സ്വഭാവം വേണം. അത് എത്ര പ്രഷറുള്ള സമയത്താണെങ്കിലും അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി വേണം. ഇറ്റ് ഈസ് ടീം വർക്ക് ദാറ്റ് കൗണ്ട്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. എ സെക്രട്ടറി ഷുഡ് കോപ്പറേറ്റീവ് വിത്ത് എവറി മെമ്പർ ഓഫ് ദ ഓർഗനൈസേഷൻ ഫ്രം ദ ഹയസ്റ്റ് ആൻഡ് ടു ദ ലോവസ്റ്റ് റാങ്ക്. അതായത് ഹയസ്റ്റ് റാങ്കിലുള്ള ആൾക്കാരോടും ലോവസ്റ്റ് റാങ്കിലുള്ള ആൾക്കാരോടും എന്താ കോപ്പറേറ്റീവ്, അതായത് സഹകരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. കോപ്പറേറ്റീവ്നെസ് എൻഹാൻസസ് റെസ്പെക്റ്റ് ഓഫ് എ സെക്രട്ടറി. അതായത് കോപ്പറേറ്റീവ്നെസ് എന്നുള്ള ഒരു ക്വാളിറ്റി സെക്രട്ടറിക്ക് ഒരു റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ദ അർജൻസി ഓഫ് വർക്ക് മേ റിക്വയർ സംടൈംസ് ടു സിറ്റ് ലേറ്റ് ഇൻ ഓഫീസ് ഓർ ടു അറ്റൻഡ് ഓഫീസ് ഡ്യൂറിങ് ഹോളിഡേയ്സ്. അതായത് ചില സമയത്ത് വർക്ക് കൂടുതലുള്ള സമയത്ത് വർക്ക്, അതായത് ഒരു ലിമിറ്റ് ഉണ്ടാവും, ഒരു ടൈം ഉണ്ടാവും. ആ ടൈം കഴിഞ്ഞിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഹോളിഡേയ്സിലും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇഫ് ദ exigencies of work require it, one should try to understand the situation with a cooperative attitude. അപ്പോൾ ഹെവി വർക്ക് വരികയാണെങ്കിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. courtesy, loyalty, punctuality, tactfulness, pleasing voice, personality and poise, good interpersonal skills, ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഒരു പേഴ്സണൽ സെക്രട്ടറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.